ഗുരു സായാഹ്ന നടത്തത്തിന് ഇറങ്ങിയതാണ്. രണ്ടുപേർ തമ്മിൽ വഴക്കടിക്കുന്നത് കണ്ട് അദ്ദേഹം അവരുടെ അടുത്തെത്തി. ഒരാൾ മറ്റേയാളോട് പറയുകയാണ്, നീ എന്നെ ഒരു ചീത്ത വിളിച്ചാൽ ഞാൻ 100 ചീത്ത വിളിക്കും. ഒരു തവണ അടിച്ചാൽ 100 തവണ അടിക്കും. ഗുരു അവൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, നിന്റെ ദേഷ്യം എൻ്റെ അടുത്ത് തീർത്തുകൊള്ളൂ. നീ 100 ചീത്ത വിളിച്ചാലും ഞാൻ ഒന്നും വിളിക്കില്ല. 100 തവണ അടിച്ചാലും ഞാൻ ഒരു തവണ പോലും തിരിച്ചടിക്കില്ല. നിശബ്ദതയാണ് വൈരത്തെ നിർവീര്യമാക്കാനുള്ള ഫലപ്രദമായ വഴി. അതൊരു എളുപ്പവഴിയല്ല. ഇങ്ങോട്ട് പെരുമാറുന്നതിനനുസരിച്ച് അങ്ങോട്ട് പെരുമാറാൻ ആർക്കും കഴിയും. ആലിംഗനം ചെയ്യുന്നവനെ ആശ്ലേഷിക്കാനും മുറിവേൽപ്പിക്കുന്നവനെ പ്രഹരിക്കാനും വൈകാരികതയ്ക്ക് അടിപ്പെട്ടാൽ മതി. നൽകിയ തിരിച്ചടികളുടെ എണ്ണവും ഏൽപ്പിച്ച ആഘാതത്തിൻ്റെ ആഴവുമാണ് അവരുടെ വിജയസൂചികകൾ. അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അതേ സംഘട്ടന ശൈലി മതി. അവനവൻ്റെ ആത്മബോധത്തിനനുസരിച്ചു പ്രതികരിക്കാൻ അസാധാരണമായ ആത്മസംയമനം വേണം. എല്ലാവരും തന്നിഷ്ടപ്രകാരം സഞ്ചരിക്കുന്നതിനിടയിൽ എതിർപ്പും വൈരുദ്ധ്യവും സ്വാഭാവികമാണ്. അവിടെയെല്ലാം അലറി വിളിക്കാൻ തുടങ്ങിയാൽ മനസ്സമാധാനവും പൊതുസുരക്ഷയും നശിക്കും. ഏതു പ്രശ്നവും പ്രതികരണങ്ങളിലൂടെയാണ് വലുതാകുന്നതും ചെറുതാകുന്നതും. ഏതു പ്രശ്നവും തുടങ്ങുന്നത് ഏതെങ്കിലും വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. പക്ഷേ അത് വഷളാകുന്നത് പ്രതികരണ ശൈലിയെ ആശ്രയിച്ചാണ്. വിഷയങ്ങൾ ചെറുതും ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി സ്ഫോടനാത്മകവുമായാൽ നിസ്സാര കാര്യങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. സമാധാനം ഒരു തെരഞ്ഞെടുപ്പാണ്. ധാരാളം ആളുകളും സംഭവങ്ങളും ചുറ്റിലുണ്ടാകും. എന്തിനെയൊക്കെ അഭിമുഖീകരിക്കണം, എങ്ങനെ നേരിടണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. കലഹിക്കില്ല എന്നത് തീരുമാനമാണെങ്കിൽ ആ തീരുമാനമെടുത്തയാളെ ആര് ശ്രമിച്ചാലും പ്രകോപിപ്പിക്കാനാകില്ല. തിരിച്ചടിക്കാത്തവനെ എങ്ങനെ വീണ്ടും അടിക്കും? തർക്കം ചിലരുടെ വിനോദമാണ്. അവരുടെ കെണിയിൽ വീഴാതിരിക്കാനുള്ള വിവേകമാണ് മറുവശത്തുള്ളവർക്ക് ഉണ്ടാകേണ്ടത്.